ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഹംഗറിയിൽ നിന്ന് തിരിച്ച് വിയന്നയിലെത്തി, ഓസ്ട്രിയയിലെത്തി. വിയന്നയിലാണ് ഇന്നത്തെ യാത്ര. നമ്മൾ വിയന്നയിലെ UNO സിറ്റി എന്നുള്ള സ്ഥലത്തേക്ക് അടുക്കുകയാണ്. UN ഓഫീസുകളുടെ ആ ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത്. കസിൻ വിയന്നയിലാണ് താമസിക്കുന്നത്. UN വർക്ക് ചെയ്യുന്ന കസിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ നേരെ UN ഭാഗത്തേക്ക് വരുവാണ്. കസിൻ അവിടെ UN അവിടെ വണ്ടി ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ആ മെട്രോ സ്റ്റേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മൾ മെട്രോ സ്റ്റേഷനിലെ ആ ടിക്കറ്റ് എടുക്കുന്ന മെഷീനാണ് മുമ്പേ കണ്ടത്. ഇതിപ്പോൾ നമ്മുടെ ട്രെയിൻ പോകുന്ന ടൈമിംഗ് ഒക്കെ ഏത് എങ്ങോട്ടൊക്കെ പോകുന്ന ആ ഡീറ്റെയിൽസാണ് നമ്മൾ അവിടെ നിന്ന് കളക്ട് ചെയ്യുന്നത്. നമുക്ക് നേരെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇനി എത്ര മിനിറ്റിനുള്ളിൽ വണ്ടി വരും എന്നൊക്കെയുള്ള ഡിസ്പ്ലേ ഉണ്ട്. നമ്മൾ ആ കാണുന്ന ആ ക്ലോക്കിൻ്റെ റൈറ്റ് സൈഡിലുള്ളതാണ്. നമുക്ക് ഉടനെ തന്നെ വണ്ടി 1 മിനിറ്റിനുള്ളിൽ എത്തും. ഇവിടെ ആൾക്കാർ പ്ലാറ്റ്ഫോമിൽ യാത്രക്കാർ നിൽപ്പുണ്ട്. നമ്മൾ അവിടെ നിന്ന് വണ്ടിയെ കയറി നമുക്ക് പോകേണ്ട, നമ്മളിന്ന് കാണുന്നത് ഷോൺബ്രൺ കൊട്ടാരമാണ്. ഹാബ്സ്ബർഗ് ഭരണാധികാരികളുടെയാണ് ഷോൺബ്രൺ കൊട്ടാരം. ഇവിടുത്തെ ഈ വിയന്നയിലെ ഈ ഓസ്ട്രിയയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. നമ്മൾ അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നമ്മൾ അവിടുന്ന് ആ കൊട്ടാരം കാണാൻ വേണ്ടി അതിൻ്റെ ഫ്രണ്ടിലൂടെയുള്ള വഴിയെ നടന്ന് നേരെ മെയിൻ റോഡ് ക്രോസ് ചെയ്ത് വേണം കൊട്ടാരത്തിൻ്റെ അങ്ങോട്ട് പോകാൻ വേണ്ടി. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നേരെ പോവുകയാണ്. അപ്പോൾ ഇവിടെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു ഈ ലീഫിൻ്റെ ആകൃതിയിലുള്ളൊരു മെറ്റലിൽ ലീഫിൻ്റെ ആകൃതി പഞ്ച് തുളച്ചെടുത്തിരിക്കുന്ന ഒരിത് കണ്ടു. പക്ഷേ അത് മുഴുവൻ തുരുമ്പ് പിടിച്ച് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. പക്ഷെ അത് ആ തുരുമ്പില്ലായിരുന്നെങ്കിൽ അത് നല്ല മനോഹരമായിട്ടുള്ളൊരു ഇതായിരുന്നു. നമ്മളവിടെ നിന്ന് മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങ് ദൂരെ കാണുന്ന 2 തൂണുകളാണ് അതിൻ്റെ പ്രവേശന കവാടം. നമ്മൾ ഈ മെയിൻ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട്. നമ്മളവിടെ നിന്ന് മെയിൻ റോഡിലേക്ക് അടുക്കുകയാണ്. ഇവിടെ എല്ലാം ഈ വഴി സൈഡിൽ മുഴുവൻ നിറയെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ഹംഗറിയിലെയും അതുപോലെ തന്നെ നമ്മൾ ഈ ഓസ്ട്രിയയിലൊക്കെ ഉള്ള നിരത്തുകളുടെ എല്ലാം സൈഡ് വഴി നല്ല തിക്കായിട്ടുള്ള ഇലകളുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ. അപ്പുറത്തെ സൈഡിലാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് ആയിട്ടുള്ള. ആൾക്കാർ ഇവിടെ സിഗ്നൽ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുകയാണ്. നമുക്ക് സിഗ്നലായിട്ടുണ്ട്. നമ്മൾ പതിയെ റോഡ് മുറിച്ച് കിടക്കുകയാണ്. ഇവിടെ എല്ലാം നിരനിരയായിട്ട് വഴിയുടെ സൈഡിൽ ഇങ്ങനെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന കാണാം. ഹോഴ്സ് ചെസ്നട്ട് എന്നുള്ള മരമാണ്. അതെല്ലാം ഈ ഒരുമാതിരി ദീപക്കാഴ്ച പോലെ വെള്ള കളറിലും ചുവപ്പ് കളറിലുള്ള പൂക്കളുള്ള ഈ മരങ്ങളുണ്ട് ഇവിടെ. അത് നിറയും ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ്. നല്ല രസമാണ്. നമ്മൾ ഇതിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് അടുക്കുകയാണ്. ഈ 2 പൊക്കമുള്ള തൂണുകൾക്ക് നടുവിലാണ് ഗേറ്റ്. ഇവിടെ ഒരാൾ മൊസാട്ടിൻ്റെ വേഷം ധരിച്ച് ഒരു പ്രതിമ കണക്കെ നിൽപ്പുണ്ട്. എല്ലാവരും അയാളെ ഒന്ന് നോക്കിയിട്ടാണ് അകത്തേക്ക്. നമ്മൾ ഗേറ്റിലെത്തി അകത്തേക്ക് കിടക്കുകയാണ്. കണ്ട ആൾക്കാരൊക്കെ തിരിച്ചു പോകുന്നുണ്ട്. കാണാനുള്ളവരൊക്കെ ഒത്തിരി പേര് അകത്തേക്കും പോകുന്നുണ്ട്. അവിടുത്തെ ആ കൊട്ടാരത്തിൻ്റെ മെയിൻ ബിൽഡിങ്ങാണ് കാണുന്നത്. ഒരു U ഷേപ്പിലുള്ള ഒരു ബിൽഡിങ്ങാണ് ഇത്. നമ്മൾ ഇടതുവശത്ത് കാണുന്നത് ടിക്കറ്റ് കൗണ്ടറാണ്. നമുക്ക് ഇതിൻ്റെ കോമ്പൗണ്ടിലൂടെ നടന്ന് കാണുന്നതിന് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഉള്ളിലൂടെ, ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിലൂടെ നടന്ന് ഉള്ളിലെ കാര്യങ്ങളൊക്കെ കാണണമെങ്കിലാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വരുന്നുള്ളൂ.
ഉള്ളിൽ കയറാനുള്ള ഒരു ടിക്കറ്റൊക്കെ എടുത്ത് പോകുന്നുണ്ട്. നമ്മൾ ഏതായാലും ഇതിൻ്റെ പുറകുവശവും ഇതിൻ്റെ സൈഡിലുള്ള ഇതിൻ്റെ ഭംഗി ഭയങ്കര ഒന്ന് വ്യത്യസ്തമാണ്. നമ്മൾ ആ ഭാഗത്തേക്ക് പോയി കാണണം. നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അത്രയ്ക്കും ഭംഗിയുള്ള അതിൻ്റെ ഈ ഫ്രണ്ട് അതിൻ്റെ നല്ല ജലധാരകൾ അപ്പുറയുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ നോക്കിയാൽ ഈ വിയന്ന സിറ്റി മുഴുവൻ കാണാൻ പറ്റും. അത്രയ്ക്കും മനോഹരമായ സ്ഥലമാണ് ഇതിൻ്റെ പുറകുഭാഗം. നമ്മൾ ഇവിടുന്ന് പതിയെ ഇതിൻ്റെ പുറകോട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് പുറകോട്ട് നമ്മൾ നീങ്ങുകയാണ്. ഇവിടെ തന്നെ നമുക്ക് രണ്ട് സൈഡിലും ഓരോ ജലധാരകളുണ്ട്. ഇവിടെ നേരെ അങ്ങ് ഫ്രണ്ടിൽ കാണുന്നതാണ് വലതുവശത്തെ ജലധാര. ഇതുപോലെ തന്നെ ഇടതുവശത്തും ഒരു ജലധാരയുണ്ട്. നേരെ കാണുന്നതാണ് അതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്, മെയിൻ എൻട്രൻസ്. ഇതാണ് ഇടതുവശത്തെ ജലധാര. ഇങ്ങനെ ഒരു യു ആകൃതിയിലാണ് ബിൽഡിങ്. മെയിൻ ബിൽഡിങ് നേരെ കാണുന്നതാണ്. പക്ഷെ അതിനോട് സപ്പോർട്ടിംഗ് ആയിട്ട് രണ്ട് സൈഡിലും നേരെ ഈ ഗേറ്റിൻ്റെ അടുത്ത് വരെയും ബിൽഡിങ്ങുകളുണ്ട്. നമ്മൾ അവിടെ നിന്ന് കടന്നിട്ട് സൈഡ് വഴി പുറകോട്ട് പോവുകയാണ്. ഇവിടെ എല്ലാം നല്ല തിക്കായിട്ടുള്ള ഇലകളുള്ള നല്ല പച്ചപ്പുള്ള മരങ്ങളിങ്ങനെ നിരനിരയായിട്ട് വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കൊട്ടാരത്തിൻ്റെ ബാക്ക് സൈഡിലത്തെ മുറ്റത്തേക്ക് പതിയെ കടക്കുവാണ്. വിയന്നയിലെ 13ാമത്തെ ജില്ലയായ ഹിറ്റ്സിംഗിൽ സ്ഥിതി ചെയ്യുന്ന ഷോൺബ്രൺ കൊട്ടാരം ഹാബ്സ്ബർഗ് ഭരണാധികാരികളുടെ പ്രധാന വേനൽക്കാല വസതിയായിരുന്നു. ഷോൺബ്രൂൺ എന്ന് പറഞ്ഞാൽ മനോഹരമായ നീരോ എന്നാണ് അർത്ഥം വരുന്നത്. നമ്മളിവിടെ എല്ലാം ഇങ്ങനെ റോസാണ്, നിറയെ ഇങ്ങനെ മുട്ടുകളായിട്ട് നിൽക്കുകയാണ്. ഒരു 10-15 ദിവസം കഴിഞ്ഞാൽ ഈ റോസിൽ മുഴുവൻ നിറയെ പൂക്കളായിരിക്കും. നമ്മുടെ നാട്ടിൽ കാണാത്ത പല കളറിലുള്ള പലവിധ റോസുകൾ ഇവിടെ ഉണ്ടെന്നാണ് കാസിം പറഞ്ഞത്. അപ്പോൾ ഈ സൈഡിലെല്ലാം റോസുകളാണ് നിരനിരയായിട്ട് അങ്ങോട്ട് അങ്ങേയറ്റം വരെ ഇങ്ങനെ റോസുകളുടെ നീണ്ട നിരയാണ് കാണുന്നത്. ഇതെല്ലാം ഇപ്പം മുട്ടുകളായിട്ട് നിൽക്കുകയാണ്. നമ്മൾ റോസ് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. നമ്മുടെ നാട്ടിലെ ശീമക്കൊന്നയുടെ പൂ പോലെയുള്ള പൂക്കൾ ഉള്ളൊരു ചെടിയാണ് ഈ വേലിക്ക് ചുറ്റും പടർത്തിയിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഒരു കാഴ്ച എന്ന് പറയുന്നത്, ആ ചെടി പൂക്കളുടെ കാഴ്ച. നമ്മുടെ നാട്ടിലെ ശീമക്കൊന്ന പൂക്കുന്ന പോലെ തന്നെയാണ് ആ പൂക്കളുടെയും സ്റ്റൈല്. ഇതിൻ്റെ അങ്ങേയറ്റത്തൊരു പവലിയനുണ്ട്. ആ പവലിയനെ കമ്മർ ഗാർഡൻ പവലിയൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ പൂക്കളുടെ ഈ വേലിയുടെ അപ്പുറയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പാരലായിട്ട് നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്ത് ചെല്ലുന്ന റോസാണ്. റോസിൻ്റെ സ്ഥലത്തും അതുപോലെയുണ്ട്. ഇപ്പം എല്ലാം നിന്ന് ആൾക്കാർ അകത്തു നിന്നും വെളിയിൽ നിന്നും എല്ലാം ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആയിരത്തി 441 മുറികളുള്ള ബറോക്ക് കൊട്ടാരം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തുവിദ്യ, സാംസ്കാരിക, ചരിത്ര സ്മാരകങ്ങളിലൊന്നാണ്. കൊട്ടാരത്തിൻ്റെയും അതിൻ്റെ വിശാലമായ പൂന്തോട്ടങ്ങളുടെയും ചരിത്രം 300 വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്നു. ഇത് തുടർച്ചയായ ഹാബ്സ്ബർഗ് രാജാക്കന്മാരുടെ മാറുന്ന അഭിരുചികൾ, താല്പര്യങ്ങൾ, അഭിലാഷങ്ങൾ എന്നിവ പ്രതിഫലിപ്പിക്കുന്നു.
1950കളുടെ മധ്യം മുതൽ ഇതൊരു പ്രധാന ടൂറിസ്റ്റ് ആകർഷണമാണ്. കൊട്ടാരവും അതിൻ്റെ വിശാലമായ പൂന്തോട്ടങ്ങളും ഓസ്ട്രേലിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക സ്മാരകങ്ങളിലൊന്നാണ്. കൂടാതെ രാജ്യത്ത് ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന ആകർഷണങ്ങളിലൊന്നാണിത്. 1996 ഈ സ്ഥലം യുനെസ്കോയുടെ ലോക പൈതൃക സെറ്റായി രേഖപ്പെടുത്തി. നന്നായി സംരക്ഷിക്കപ്പെട്ട ബറോക്ക് സമുച്ചയം എന്ന നിലയിലും നിരവധി നൂറ്റാണ്ടുകളായി ഹാബ്സ്ബർഗ് രാജവംശത്തിൻ്റെ ശക്തിയുടെയും സ്വാധീനത്തിൻ്റെയും പ്രതീകമായും അതിൻ്റെ മികച്ച സാർവത്രിക മൂല്യത്തിന് അംഗീകാരം ലഭിച്ചു. ഷോൺബ്രണ്ണിൻ്റെ ഉത്ഭവം 14ാം നൂറ്റാണ്ടിലേതാണ്. അന്ന് എസ്റ്റേറ്റ് കാറ്റർബർഗ് എന്നറിയപ്പെട്ടിരുന്നു. തുടക്കത്തിൽ ഹാബ്സ്ബർഗുകൾ ഇതൊരു വേട്ടയാടൽ കേന്ദ്രമായി ഉപയോഗിച്ചിരുന്നു. 17ാം നൂറ്റാണ്ടിൽ ചക്രവർത്തി ലിയോപോൾഡ് ഒന്നാമൻ്റെ കീഴിലാണ് ബറോക്ക് കൊട്ടാരത്തിലേക്കുള്ള പരിവർത്തനം ആരംഭിച്ചത്. ഫ്രാൻസിലെ വെർസൽസ് കൊട്ടാരത്തോട് മത്സരിക്കുക എന്ന ലക്ഷ്യത്തോടെ 1690 ജോഹാൻ ബെർണാഡ് ഫിഷർ വോൺ എർലാച്ചാണ് കൊട്ടാരത്തിൻ്റെ ആദ്യ രൂപകൽപ്പന നടത്തിയത്. എന്നിരുന്നാലും 1695-96 അല്പം അലങ്കരിച്ച രണ്ടാമത്തെ പദ്ധതി അംഗീകരിക്കുകയും 1711 കൊട്ടാരം പൂർത്തീകരിക്കുകയും ചെയ്തു. കൊട്ടാരത്തിൻ്റെ വാസ്തുവിദ്യ നിരവധി ഘട്ടങ്ങളായി വികസിച്ചു. 1690 ജോഹാൻ ബെർണാഡ് ഫിഷർ വോൺ എർലാച്ചിൻ്റെ പ്രാരംഭ രൂപകൽപ്പന ഫ്രാൻസിലെ വെർസൽസ് കൊട്ടാരത്തെ എതിർക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. 18ാം നൂറ്റാണ്ടിൽ പ്രത്യേകിച്ച് ചക്രവർത്തിനി മരിയ തെരേസയുടെ കീഴിൽ തുടർന്നുള്ള പരിഷ്കാരങ്ങൾ അതിൻ്റെ നിലവിലെ റൊക്കോക്കോ ശൈലിയിലേക്ക് നയിച്ചു. 1743 മുതൽ 1749 വരെയുള്ള ആദ്യ നിർമ്മാണഘട്ടം നിക്കോളാസ് പക്കാസിയുമായി അടുത്ത സഹകരണത്തോടെയാണ് നടത്തിയത്. അദ്ദേഹത്തിൻ്റെ പ്രായോഗിക കഴിവുകൾ അദ്ദേഹത്തെ പദ്ധതിയിൽ ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്നതിലേക്ക് നയിച്ചു. നമ്മളിപ്പോൾ കാണുന്നത് റോസ് കൊണ്ടുള്ളൊരു റോസാണ്. ഇതിൻ്റെ ഇതിൽ മുഴുവൻ പടർത്തിയിട്ടിരിക്കുന്ന റോസുകളാണ്. ആ റോസുകൾ ഒരു 2 ആഴ്ച കൊണ്ട് കഴിഞ്ഞാൽ പൂക്കും. അപ്പോൾ ഇവിടെ അതിമനോഹരമാണ്. പക്ഷേ അന്നേരം നമ്മൾ മുമ്പേ അപ്പുറത്ത് കണ്ട ആ ഒരു ശീമക്കൊന്നയുടെ പൂ പോലെയുള്ളതൊക്കെ കാണത്തില്ല. അതിൻ്റെ സമയം അന്നേരം കഴിയും. അപ്പോൾ ഇത് നമ്മൾക്ക് ഓരോ സമയത്ത് ഓരോ ഇതാണ് നമുക്ക് കാണാൻ പറ്റുക. എല്ലാ പൂക്കളും ഒരേ സമയത്ത് ഉണ്ടാകത്തില്ല. റോസ് ഇപ്പം മുട്ടിട്ട് നിൽക്കുകയാണ്. നല്ല നിറയും റോസ് ഇങ്ങനെ പടർത്തിയിട്ടിരിക്കുകയാണ്. നമ്മൾ കാണാത്ത പല വർണ്ണങ്ങളിലും പല വൈവിധ്യമാർന്ന റോസുകളുടെ ഒരു ശൃംഖല തന്നെ ഈ കോമ്പൗണ്ടിലുണ്ടെന്നാണ് കസിൻ പറഞ്ഞത്. നമ്മൾ അവിടുന്ന് മുന്നോട്ട് നടക്കുവാണ്. ഉദ്യാനങ്ങളും മൈതാനങ്ങളും. ഷോൺബ്രൺ കൊട്ടാരത്തിൻ്റെ വിപുലമായ ഉദ്യാനങ്ങൾ 1779 പൊതുജനങ്ങൾക്കായി തുറന്നു. 2 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുള്ള ഈ ഉദ്യാനങ്ങളിൽ ഗ്രേറ്റ് പാർട്ടർ, നെപ്റ്റ്യൂൺ ജലധാര, ഗ്ലോറിയറ്റ് എന്നിവയുൾപ്പെടെ വിവിധ ആകർഷണങ്ങളുണ്ട്. അവിടെ 2 കുതിരവണ്ടികൾ നിർത്തിയിട്ടുണ്ട്. അതിൽ ആൾക്കാർ കയറുന്നുണ്ട്. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് 1.2 കിലോമീറ്ററും വടക്ക് നിന്ന് തെക്ക് വരെ ഏകദേശം 1 കിലോമീറ്ററും വ്യാപിച്ചു കിടക്കുന്നു ഈ ഉദ്യാനം. ഈ പാർക്ക് സന്ദർശകർക്ക് പര്യവേഷണം ചെയ്യാനും ആസ്വദിക്കാനും ധാരാളം സ്ഥലം പ്രദാനം ചെയ്യുന്നു. ഭടന്മാരുടെയൊക്കെയാണെന്ന് തോന്നുന്നു പ്രതിമകൾ ഇഷ്ടംപോലെ ഈ കോമ്പൗണ്ടിലുണ്ട്. ഓസ്ട്രേലിയയിലെ ഏറ്റവും കൂടുതൽ കാലം ചക്രവർത്തിയായിരുന്ന ഫ്രാൻസിസ് ജോസഫ് ഷോൺബ്രൂണിലാണ് ജനിച്ചത്. തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും അവിടെ ചെലവഴിച്ചു. 1916 നവംബർ 21 86 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. 1918 നവംബറിലാണ് ഹാബ്സ്ബർഗ് രാജവാഴ്ചയുടെ പതനത്തെ തുടർന്ന് ഈ കൊട്ടാരം പുതിയതായി സ്ഥാപിതമായ ഓസ്ട്രിയൻ റിപ്പബ്ലിക്കിന്റെ സ്വത്തായി മാറുകയും ഒരു മ്യൂസിയമായി സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. നമ്മൾ മുമ്പേ കണ്ട ആ ഒരു ബിൽഡിങ്ങിന്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. കൊട്ടാരത്തിൻ്റെ
കിഴക്കൻ മുഖപ്പിന്റെ വശത്തായി സ്ഥിതി ചെയ്യുന്ന പ്രിവി ഗാർഡൻ വർണ്ണഭമായ പുഷ്പകിടക്കുകളും സിട്രസ് മരങ്ങളുമുള്ള മനോഹരമായ ബറോക്ക് ഉദ്യാനമാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ ബറോക്ക് ഓറഞ്ചറികളിൽ ഒന്നായ ഓറഞ്ച് ഗാർഡൻ ഇന്നും ഇളം സസ്യങ്ങളെ ശൈത്യകാലത്ത് അതിജീവിക്കാൻ ഉപയോഗിക്കുന്നു. ഈ ഉദ്യാനങ്ങൾ സന്ദർശകർക്ക് 18-ാം നൂറ്റാണ്ടിലെ പൂന്തോട്ട പരിപാലന രീതിയിലേക്കുള്ള ഒരു കാഴ്ച നൽകുന്നു. കൂടാതെ ഹാബ്സ്ബർഗ് കൊട്ടാരത്തിന്റെ ഗാംഭീര്യത്തിന് ഒരു തെളിവുമാണ്. മരങ്ങളൊക്കെ വെട്ടിയൊതുക്കി നല്ല ഒരേ സ്റ്റൈലിൽ നിർത്തിയിരിക്കുകയാണ്. വളരെ അതിമനോഹരമാണ് ആ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി. ഈ കൊട്ടാരത്തിൻ്റെ ഓരോ കാര്യങ്ങൾ അവിടെയുണ്ട്. നമ്മളിപ്പോൾ ഇതെല്ലാം കൂടെ നടന്ന് കാണുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിനകം തന്നെ നന്നായിട്ട് നടക്കാനുണ്ട്. നമ്മളവിടെ നേരെ കാണുന്നതാണ് ഫൗണ്ടൻ, നെപ്റ്റ്യൂൺ ഫൗണ്ടൻ എന്നാണ് പറയുന്നത്. ഈ കൊട്ടാരത്തിനും നെപ്റ്റ്യൂൺ ഫൗണ്ടനും ഇടയിലുള്ള പൂന്തോട്ട സ്ഥലത്തെ ഗ്രേറ്റ് പാർട്ടർ എന്ന് വിളിക്കുന്നു. 1695 ആന്ദ്രേ ലെ നോത്രയുടെ ശിഷ്യനായ ജീൻ ട്രഹറ്റ് ഫ്രഞ്ച് പൂന്തോട്ടം ആസൂത്രണം ചെയ്തു. ഓരോ സൈഡിലേക്ക് ഇതുപോലെ മരങ്ങൾ നല്ല വെട്ടി ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. അത് നല്ല തിക്കായിട്ടുള്ള ഗ്രീനിഷ് ആയിട്ടുള്ള മരങ്ങളാണ്. അങ്ങ് അകലെ മുകളിൽ കാണുന്നതാണ് ഗ്ലോറിയറ്റ് എന്ന് പറയുന്നത്. ഫൗണ്ടൻ്റെ ബാക്കിൽ കാണുന്ന ആ ഒരു നിർമ്മിതിനെയാണ് ഗ്ലോറിയറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാ സൈഡിലേക്കും അതുപോലെ ഈ തോട്ടങ്ങളാണ്, മരങ്ങളാണ്. വളരെ മനോഹരമായിട്ടുള്ള തിക്കായിട്ടുള്ള മരങ്ങളാണ്. നല്ല സ്റ്റൈലിഷ് ആയിട്ട് അതിനെ വെട്ടി ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ കാഴ്ച ഈ ഷോൺബ്രൂൺ കൊട്ടാരത്തിൻ്റെ പുറകിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. നമ്മളിപ്പം ഈ നെപ്റ്റ്യൂൺ ഫൗണ്ടനാണ് കാണാൻ ഇനി പോകുന്നത്. നമ്മൾ ആ ഫൗണ്ടനിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ഉള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കൊട്ടാരത്തിനും നെപ്റ്റ്യൂൺ ഫൗണ്ടനും ഇടയിലുള്ള പൂന്തോട്ട സ്ഥലത്തെ ഗ്രേറ്റ് പാർട്ടർ എന്നാണ് വിളിക്കുന്നത്. 1695 ആന്ദ്രേ ലെ നോർത്രയുടെ ശിഷ്യനായ ജീൻ ട്രൈഹറ്റ് ഫ്രഞ്ച് പൂന്തോട്ടം ആസൂത്രണം ചെയ്തു. ഇതാണ് നമ്മളീ കാണാൻ പോകുന്നതാണ് നെപ്റ്റ്യൂൺ ഫൗണ്ടൻ. ആൾക്കാരെല്ലാം ഇവിടെ നിന്ന് വിവിധ പോസുകളിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിൻ്റെ രണ്ട് സൈഡിലും ഓരോ ജലധാരയുണ്ട്. ഇടതുവശത്ത് ഒരെണ്ണമുണ്ട്, അതുപോലെ വലതുവശത്ത് ഒരെണ്ണമുണ്ട്.
കൊട്ടാരത്തിൻ്റെ വിദൂര കാഴ്ചയാണ് നമ്മളിപ്പം കണ്ടത്. നടന്നു മടുത്തവരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. ആ ഭാഗത്തേക്കും ഇതുപോലെ തന്നെ മരങ്ങളെല്ലാം വെട്ടി ഒരു 2-3 വഴികളായിട്ട് റെഡിയാക്കി വെച്ചേക്കാണ്. നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് അതേപടി ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ പുറകുവശം വഴി പോയാൽ അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മളെ കൊട്ടാരത്തിൻ്റെ ഒരു വ്യൂ ആണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവരും മാറി മാറി നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. അതിനോട് ചേർന്ന് അതിൻ്റെ തൊട്ട് പുറകെയാണ് ഇപ്പം നമ്മൾ നീങ്ങുന്നത്. ഈ ഇടയ്ക്ക് നിന്നാൽ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കീഴെ നിൽക്കുന്ന പോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ചേർന്ന് നിന്നാൽ ഇവിടെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അവിടെ നിന്നപ്പം കണ്ട ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് നമ്മൾ ഗ്ലോറിയറ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിലെ ഒരു ഗംഭീര നിരീക്ഷണ ടെറസ്, നഗരത്തിന് മുകളിലുള്ള ഒരു വ്യൂ പോയിൻ്റ് പോലെ തന്നെ അതിമനോഹരമായ ഒരു ലാൻഡ്മാർക്കാണ്. കഫേയിൽ ഒരു കാപ്പി കുടിച്ച് വിയന്നയിലേക്ക് നോക്കൂ. കൊട്ടാര ഉദ്യാനങ്ങളുടെ മകുടോദാഹരണമായ ഷോൺബ്രൺ കൊട്ടാരത്തിലെ ഗ്ലോറിയറ്റിൻ്റെ സാമ്രാജ്യത്വ വാസ്തുവിദ്യയെ അഭിനന്ദിക്കുക. 1775 മുതൽ ആദ്യകാല ക്ലാസിക് ശൈലിയിലുള്ള ഗ്ലോറിയറ്റ് മുമ്പ് ചക്രവർത്തി ഫ്രാൻസ് ജോസഫ് ഒന്നാമൻ്റെ ഉത്സവ ഹാളായും പ്രഭാത ഭക്ഷണ മുറിയായും ഉപയോഗിച്ചിരുന്നു. ഗ്ലോറിയറ്റിൻ്റെ അലങ്കരിച്ച വാസ്തുവിദ്യ അഭിവൃദ്ധി പരിശോധിച്ച് പടികൾ കയറി മനോഹരമായ നിരീക്ഷണ ടെറസിലെത്തുക. ഇവിടെ നിന്ന് ചരിത്രപരമായ വിയന്നയുടെ സമാനതകളില്ലാത്ത കാഴ്ച കാണുക. നഗരം അതിൻ്റെ മുൻ സാമ്രാജ്യത്വ ഭരണാധികാരിക്ക് എങ്ങനെ കാണപ്പെടുമാറുണ്ടായിരുന്നുവെന്ന് സങ്കല്പിക്കുക. ഈ വഴി കൂടിയാണ് നമ്മൾ അങ്ങോട്ട് പോകേണ്ടത്. നടക്കാനുണ്ട്. നടന്ന് മടുത്ത ഒരു ഇടയ്ക്ക് നിന്ന് ഒക്കെയാണ് അങ്ങോട്ട് പോകുന്നത്. മുകളിൽ നിന്നുള്ള ഈ ഒരു വിയന്ന സിറ്റിയുടെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മുകളിൽ നിന്നുള്ള കൊട്ടാരത്തിൻ്റെ കാഴ്ചയാണ്. നമ്മൾ ഗ്ലോറിയറ്റിൽ എത്തിയില്ല. അതിന് മുമ്പേ ഉള്ള പ്രദേശത്തു നിന്ന് കാണുന്ന വ്യൂ ആണ്. ഈ പുൽച്ചെടികൾക്കിടയിലെല്ലാം ഓരോ പൂക്കളുണ്ട്. ഇതാണ് ഹൈറ്റിൽ നിന്ന് നമ്മുടെ ഷോൺബ്രൺ കൊട്ടാരത്തിൻ്റെ ഒരു പുറകുവശത്തെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. നല്ല തിക്കായിട്ടുള്ള മരങ്ങൾ, നല്ല കടും പച്ച നിറത്തിലുള്ള ഇലകളോടുകൂടിയ
എല്ലാവരും പുല്ലിൽ കിടന്നും ഇരുന്നുമൊക്കെ ഫോട്ടോകൾ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പ്രകൃതി ഭംഗി ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ട് നോക്കിയാലും നല്ല ഹരിതാഭമായ നല്ല സറൗണ്ടിങ് ആണ്. ഇതാണ് ഗ്ലോറിയറ്റ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ചക്രവർത്തികൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നെന്നാണ് പറയുന്നത്. ഇതിൻ്റെ മട്ടുപ്പാവലിൽ നിന്ന് നോക്കിയാൽ ഈ വിയന്ന സിറ്റിയുടെ മൊത്തം ഒപ്പിയെടുക്കാം എന്നുള്ളതാണ്. ഗ്ലോറിയറ്റിൻ്റെ മനോഹരമായ രൂപകൽപ്പനയെ അഭിനന്ദിക്കാൻ കുറച്ച് സമയം ചെലവഴിക്കുക. അലങ്കരിച്ച ബാലസ്ട്രേഡുള്ള ഒരു വിജയകരമായ കമാനമാണ് കേന്ദ്രഘടന. ഈ മധ്യ ടെറസിൻ്റെ മുകളിൽ ഒരു ഭൂഗോളത്തിലിരിക്കുന്ന ഒരു സാമ്രാജ്യത്വ കഴുകൻ്റെ ശില്പവും ട്രോഫികളുടെ ഒരു പരമ്പരയും നമുക്ക് കാണാൻ പറ്റും. മധ്യകമാനത്തിന് ചുറ്റും ആർക്കേഡ് ചെയ്ത ചിറകുകളുണ്ട്. ഇരട്ട നിരകൾ, കമാനങ്ങൾ, ആവരണങ്ങൾ എന്നിവയാൽ അലങ്കരിച്ചിരിക്കുന്നു. സാൽസ്ബർഗ് ശില്പിയായ ജോഹൻ ബാപ്റ്റിസ്റ്റ് വോൺ ഹോഗനോവറാണ് ഗ്ലോറിയറ്റിൻ്റെ പല ശില്പങ്ങളും സൃഷ്ടിച്ചത്. മേൽക്കുരയ്ക്ക് താഴെയുള്ള ലിഖിതം കണ്ടെത്തുക. അത് ജോസഫ് രണ്ടാമൻ ചക്രവർത്തിക്കും മരിയ തെരേസ ചക്രവർത്തിക്കും വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. ഗ്ലോറിയറ്റിൻ്റെ നിർമ്മാണ തീയതി അടയാളപ്പെടുത്തുന്നു. ഇതാണ് ഗ്ലോറിയറ്റ്. ഇതില്ല നടുക്ക് ഭാഗത്തായിട്ട് പക്ഷികളുടെ താഴെ അവിടെയാണ് ഈ പറഞ്ഞ ചക്രവർത്തിയുടെ പേരൊക്കെ ആലേഖനം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ അത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ ഒരു കുളമുണ്ട്. സാമാന്യം വലിപ്പമുള്ള കുളമാണ്. അതിനകത്ത് ഫൗണ്ടൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ആ വെള്ളത്തിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ആ വഴികൾ താണ്ടി ഗ്ലോറിയറ്റിനോട് അടുത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ ചാരുബെഞ്ചുകളുണ്ട്. ഈ ചാരുബെഞ്ചുകളിൽ ഇരുന്ന് ഈ നഗര കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇവിടെയാണ് മേൽക്കൂരയ്ക്ക് താഴെയുള്ള ലിഖിതം കണ്ടെത്തുക. അത് ജോസഫ് രണ്ടാമൻ ചക്രവർത്തിക്കും മരിയ തെരേസ ചക്രവർത്തിക്കും വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. ഗ്ലോറിയറ്റിൻ്റെ നിർമ്മാണ തീയതി അടയാളപ്പെടുത്തുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിലെ ബോംബ് സ്ഫോടനത്തിന് ശേഷം പുനഃസ്ഥാപിച്ച കിഴക്കൻ ചിറകിലെ ഭാഗം നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് നോക്കുക. 1990-കളിൽ ഗ്ലോറിയറ്റ് വിശ്വസ്തമായ പുനരുദ്ധാരണത്തിനും പുനർനിർമ്മാണത്തിനും വിധേയമായി. മുകളിലെ ബാലസ്ട്രേഡിലെ നിരീക്ഷണ ടെറസിലേക്ക് പടികൾ കയറുക. 20 മീറ്റർ ഉയരമുള്ള ഈ വ്യൂ പോയിന്റിൽ നിന്ന് കൊട്ടാരം, മൈതാനത്തിൻ്റെയും അതിനപ്പുറമുള്ള നഗരത്തിൻ്റെയും അദ്വിതീയ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഗ്ലോറിയറ്റിൻ്റെ മുകൾ നിലയിലുള്ള കഫേയിൽ ഒരു സീറ്റ് എടുത്ത് ഒരു കപ്പ് കാപ്പിയുമായി ആസ്വദിക്കാൻ പുതിയ പേസ്ട്രികളുടെയും ലഘുഭക്ഷണങ്ങളുടെയും ഒരു ശ്രേണിയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഞായറാഴ്ചകളിൽ ഒരു പ്രാദേശിക ബാൻഡിൽ നിന്നുള്ള തത്സമയ സംഗീതത്തോടു കൂടിയ ബ്രഞ്ച് കഫേ നൽകുന്നു. ഷോൺബ്രൺ പാലസ് ഗാർഡനിനുള്ളിലാണ് ഗ്ലോറിയറ്റ് സ്ഥിതി ചെയ്യുന്നത്. വിയന്നയിലെ സബ്വേ, ലൈറ്റ് റെയിൽ, ബസ് സംവിധാനങ്ങൾ ഉദ്യാനങ്ങൾക്ക് മികച്ച സേവനം നൽകുന്നു. ഗ്ലോറിയറ്റിന് മുകളിലുള്ള നിരീക്ഷണ ടെറസിലേക്ക് പ്രവേശിക്കുന്നതിന് ഒരു ചെറിയ ഫീസ് ഈടാക്കുന്നു. ടെറസ് എല്ലാ ദിവസവും സന്ദർശകർക്ക് തുറന്നിരിക്കും. നമ്മളത് കണ്ടു കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ ചാനൽ ബെന്നീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ യാത്രയുടെ അവസാനമാകുവാണ്. കുതിരവണ്ടികൾ
യാത്രക്കാരെയും കാത്ത് അങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.